13 വർഷം മുൻപ് ഭാര്യയെയും 2 പിഞ്ചുകുട്ടികളെയും ആസൂത്രിതമായി വെള്ളത്തിൽ മുക്കിക്കൊന്ന കേസിൽ പ്രതി ഒടുവിൽ പിടിയിലായി. വാവൂർ സ്വദേശി മുഹമ്മദ് ഷെരീഫിനെയാണ് കർണാടക പോലീസിന്റെ സഹായത്തോടെ ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. 2013 നടന്ന ദാരുണമായ സംഭവത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഷെരീഫ് മറ്റൊരു പേരിൽ കർണാടകയിൽ 2ാം വിവാഹം കഴിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു. 2013 ജൂലൈ 21-നാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ഷെരീഫും ഭാര്യ സാബിറയും മക്കളായ ഫാത്തിമ, ഫിദ, ഫൈഹ എന്നിവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ റോഡരികിലെ വെള്ളക്കെട്ടിലേക്ക് മറിയുകയായിരുന്നു. ഇതൊരു അപകടമാണ് എന്നാണ് ആദ്യം കരുതിയതെങ്കിലും പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ പ്രതി ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്ന് തെളിഞ്ഞു. കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങളായി കണ്ടെത്തിയത് ഭാര്യയുടെ പേരിൽ എടുത്ത 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിനും മറ്റൊരു വിവാഹം കഴിക്കുന്നതിനും വേണ്ടിയാണ് ഷെരീഫ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി. സംഭവത്തിന് ശേഷം അറസ്റ്റിലായ ഇയാൾ 72 ദിവസത്തെ ജാമ്യത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. കർണാടകയിലെ കുടക്, മൈസൂരു മേഖലകളിൽ പേര് മാറ്റി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഷെരീഫ് അവിടെ വെച്ച് വീണ്ടും വിവാഹം കഴിച്ചു. ഇയാൾക്ക് പുതിയ കുടുംബവും കുട്ടികളുമുണ്ട്. പഴയ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു സൂചനയും നൽകാതെയാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസുമായി ചേർന്ന് നടത്തിയ നീക്കത്തിലാണ് പ്രതി വലയിലായത്. SS Gold, pure gold. SS Group, Nilambur.